ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിഷ്വലൈസേഷൻ പരാജയപ്പെടുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. നല്ലൊരു കരിയർ, സാമ്പത്തിക ഭദ്രത, അല്ലെങ്കിൽ സമാധാനമുള്ളൊരു കുടുംബജീവിതം, ഇങ്ങനെ ഓരോ സ്വപ്നങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് പരീക്ഷിക്കാറുമുണ്ട്, അല്ലേ? കണ്ണടച്ചിരുന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കും വിഷ്വലൈസേഷനും ഫലം ലഭിക്കാത്തത്? ഇതിന് പിന്നിലെ സീക്രട്ടാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യം സങ്കല്പിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ തൻ്റെ കയ്യിൽ ആ ടിക്കറ്റ് ഇരിക്കുന്നത് സങ്കല്പിക്കുന്നു. വിജയിച്ചു എന്നറിഞ്ഞ നിമിഷം സന്തോഷം കൊണ്ട് താൻ ഉറക്കെ നിലവിളിക്കുന്നത് അയാൾ കേൾക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് വളരെ മനോഹരമായ ഒരു സങ്കല്പമാണല്ലേ? പക്ഷേ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു വലിയ മിസ്റ്റേക്ക് നടക്കുന്നത്. ആ ലോട്ടറി അടിച്ച വ്യക്തിയെ ദൂരെ മാറി നിന്ന് നോക്കി നിൽക്കുന്ന ഒരാളായിട്ടാണോ നിങ്ങൾ നിങ്ങളെ കാണുന്നത്? അതോ ആ ലോട്ടറി അടിച്ചത് ഞാനാണ് എന്ന ബോധ്യത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? ആ രംഗം നോക്കി കാണുന്നത് ആരാണ്? സത്യത്തിൽ ആ വിജയിച്ച മനുഷ്യനല്ല അത് കാണുന്നത്. മറിച്ച് ഇപ്പോൾ കയ്യിൽ ഒന്നുമില്ലാത്ത പഴയ നിങ്ങളാണ് ആ വിജയിയെ ദൂരെ നിന്ന് നോക്കി നിൽക്കുന്നത്. ഇവിടെ രണ്ടാളുകളുണ്ട്. ഒന്ന് പരാജയപ്പെട്ടിരിക്കുന്ന നിങ്ങൾ, രണ്ട് വിജയിച്ചു നിൽക്കുന്ന സങ്കല്പത്തിലെ രൂപം. ഈ രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ ഒരു വലിയ യുദ്ധം അവിടെ നടക്കുന്നുണ്ട്. ഈ അകൽച്ച നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. അതായത് നമ്മുടെ ഉള്ളിൽ രണ്ട് തരം ഐഡന്റിറ്റീസ് തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഒന്ന് നിലവിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒന്നുമില്ലാത്ത പഴയ നിങ്ങൾ. രണ്ട് എല്ലാം നേടി സന്തുഷ്ടനായിരിക്കുന്ന പുതിയ നിങ്ങൾ. നിങ്ങൾ വെറുതെ ഒരു സീൻ സങ്കല്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ സീൻ കാണുന്ന വ്യക്തി നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ നേട്ടത്തിന് പുറത്താണ് നിൽക്കുന്നത്. ഈ രണ്ട് ഐഡന്റിറ്റീസും തമ്മിൽ ഒരു സംഘർഷം നിലനിൽക്കുന്നിടത്തോളം കാലം ക്രിയേഷൻ സംഭവിക്കുന്നില്ല. അതാണ് ഉദ്ദേശിച്ചത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. നമ്മൾ വിചാരിക്കുന്നത് വെറുതെ ഒന്ന് സങ്കല്പിച്ചാൽ എല്ലാം ശരിയാകുമെന്നാണ്. പക്ഷേ ഈ ഭാവന, അതായത് ഇമാജിനേഷൻ എന്നത് വെറുമൊരു സിനിമ കാണലല്ല. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങൾക്ക് സ്വന്തമായി ഒരു ശക്തിയുമില്ല. ആ ചിത്രത്തിന് പിന്നിൽ നിൽക്കുന്ന വ്യക്തിത്വം മാറുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലോകം മാറുക. പലരും വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ പുതിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും, പ്രാർത്ഥിക്കുന്നുണ്ടാകും. പക്ഷെ അവരുടെ ഉള്ളിൽ അവർ ഇപ്പോഴും ആ പഴയ പാവ മനുഷ്യൻ അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തവൻ എന്ന ലേബലിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പഴയ റൂമിൽ ഇരുന്നു കൊണ്ട് പുറത്തെ ആകാശത്തെ നോക്കി സ്വപ്നം കാണുകയാണ്. ആ റൂമിന്റെ വാതിൽ തുറക്കണമെങ്കിൽ നിങ്ങൾ ആ പഴയ ആളെ അവിടെ ഉപേക്ഷിക്കണം. ഇത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ഉദാഹരണം എടുക്കാം. നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു നിലയിൽ എത്താൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ പണം വരുന്നതായി സങ്കല്പിക്കുന്നു. പക്ഷേ സങ്കല്പം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ നേരെ പോകുന്നത് പഴയ പരാതികളിലേക്കാണ്. ഇതിന് ഭയങ്കര വിലയാണല്ലോ, എൻ്റെ കയ്യിൽ പണമില്ലല്ലോ, എനിക്കൊന്നും ശരിയാകുന്നില്ലല്ലോ. ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയാവോ? നിങ്ങൾ പുതിയ വിത്ത് പാകുന്നു, പക്ഷെ അടുത്ത നിമിഷം തന്നെ അത് മണ്ണ് മാന്തി നോക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പണം കയ്യിലുള്ള ഒരാൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്ന് ചിന്തിക്കുകയാണ്. അയാൾക്ക് ആ പണത്തെക്കുറിച്ച് പേടിയുണ്ടാകില്ല. അയാൾ ബില്ലുകൾ അടയ്ക്കുമ്പോൾ കൈവിറക്കില്ല. അയാൾ ലോകത്തെ നോക്കുന്നത് ആത്മവിശ്വാസത്തോടെയാണ്. നിങ്ങൾ ആ വിജയിയുടെ അളവുകോൽ എടുത്ത് വേണം ജീവിതത്തെ അളക്കാൻ. ലോകം നിങ്ങളോട് ചോദിക്കും, നിന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ പറയണം, ഇല്ല, ഞാൻ ആ പഴയ ആളല്ല, ഞാനിപ്പോൾ ആഗ്രഹിച്ച നിലയിൽ എത്തിക്കഴിഞ്ഞു. ഈ ഒരു ആത്മവിശ്വാസം ഉള്ളിൽ വരുമ്പോൾ ലോകത്തിന് നിങ്ങളെ എതിർക്കാൻ കഴിയില്ല. കാരണം ഈ ലോകം നിങ്ങളുടെ ഉള്ളിലെ ബോധ്യങ്ങളെ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇനി നമ്മുടെ ഐഡന്റിറ്റി മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറയാം. നമ്മുടെ ഇമാജിനേഷൻ പവർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം ഇതിനോടകം തന്നെ നേടിയ ഒരാളായി നിങ്ങൾ മാറണം. ആ നേട്ടം എനിക്ക് കിട്ടണം എന്നല്ല ചിന്തിക്കേണ്ടത്. പകരം ആ നേട്ടം ലഭിച്ച വ്യക്തി ഞാനാണ് എന്ന് ഉറപ്പിക്കണം. ജീവിതത്തെ ആ പുതിയ ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് വേണം നിങ്ങൾ അളക്കാൻ. ഓരോ നിമിഷവും നിങ്ങൾ പെരുമാറേണ്ടത് റിസൾട്ട് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞ ഒരാളെ പോലെ ആയിരിക്കണം. ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾ സ്വീകരിക്കുന്ന നിമിഷം ഈ ലോകം തന്നെ മാറാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഉള്ളിലെ ബോധ്യത്തെ, അതായത് ഐഡന്റിറ്റിയെ എതിർക്കാൻ പുറം ലോകത്തിന് കഴിയില്ല. ഇത് കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്: നിങ്ങൾ ആ പഴയ സങ്കടങ്ങളും പരാതികളും ഉപേക്ഷിക്കാൻ തയ്യാറാണോ? നമ്മളിൽ പലർക്കും നമ്മുടെ സങ്കടങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എനിക്ക് പണ്ടിങ്ങനെ സംഭവിച്ചു, അവർ എന്നെ ചതിച്ചു, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ പറഞ്ഞ് ആ പഴയ വ്യക്തിത്വത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നു. എന്നിട്ട് പുതിയൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇതൊരിക്കലും നടക്കില്ല. രണ്ട് വ്യക്തികൾക്ക് ഒരേ സമയം നിങ്ങളുടെ ഉള്ളിൽ വസിക്കാൻ കഴിയില്ല. ഒന്നുകിൽ പരാതിക്കാരനായ പഴയ നിങ്ങൾ, അല്ലെങ്കിൽ വിജയിയായ പുതിയ നിങ്ങൾ. ആ പഴയ ആൾ മരിക്കാതെ പുതിയ ആൾക്ക് ജനിക്കാൻ കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യം ഇപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? ആ ഒരു സമാധാനം, ആ ഒരു വിശ്വാസം, അതിപ്പോൾ തന്നെ അനുഭവിക്കൂ. ഫ്യൂച്ചറിലല്ല, ഈ നിമിഷം ഇപ്പോൾ തന്നെ മാറ്റൂ. എനിക്ക് ലഭിക്കും എന്നല്ല പറയേണ്ടത്, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, ഞാനതായി കഴിഞ്ഞു എന്നാണ്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ എന്നും പോസിറ്റീവായിട്ട് ആലോചിക്കുന്നുണ്ട്, എന്നിട്ടും ഒന്നും മാറുന്നില്ലല്ലോ എന്ന്. അതിന് കാരണം ഇതാണ്: ആ ചിത്രങ്ങൾക്ക് പിന്നിൽ നിൽക്കാൻ ശക്തമായ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്കില്ല. നിങ്ങൾ ആ ചിത്രം കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നില്ല. വെറും ഒരു പിക്ചറിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ ആ സ്റ്റേറ്റ് തൻ്റെ ഐഡന്റിറ്റി ആണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ സാധിക്കും. നമ്മുടെ ചുറ്റുമുള്ള പലരും ഒരേ തടവറയിൽ കഴിയുന്നത് പോലെ ഒരേ ജീവിത സാഹചര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ടാകാം, പക്ഷേ അവരുടെ ഉള്ളിലെ സെൽഫ് മാറുന്നില്ല. എനിക്കിതൊന്നുമില്ല എന്ന ആ പഴയ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കാണുന്ന കാഴ്ചയും നിങ്ങൾ ആരാണെന്ന ബോധ്യവും തമ്മിൽ ഒരു ബാലൻസ് ഉണ്ടാകണം. അപ്പോൾ മാറ്റം എങ്ങനെ തുടങ്ങാം? നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ നോക്കി നിൽക്കുന്ന ഒരാളാകരുത് നിങ്ങൾ. പകരം ആ മാറ്റം സംഭവിച്ചു കഴിഞ്ഞ വ്യക്തിയായി ഇപ്പോൾ തന്നെ മാറുക. നിങ്ങൾക്കൊന്നിനും ഒരു കുറവില്ലാത്ത സമൃദ്ധിയിൽ ജീവിക്കുന്ന ഒരാളായി സ്വയം സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നീട് ഒരിക്കലും ഇല്ലായ്മ എന്ന ഫീലിംഗ് ഓർക്കാൻ പോലും കഴിയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ റിസൾട്ടിൽ നിന്ന് ചിന്തിച്ചു തുടങ്ങുക. നിങ്ങളുടെ വാല്യൂസ്, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എല്ലാം ആ പുതിയ വ്യക്തിയുടേതായിരിക്കണം. ഈ ലോകം നിങ്ങളുടെ ഉള്ളിലെ മാറ്റത്തിനനുസരിച്ച് റീഅറേഞ്ച് ചെയ്യപ്പെടും. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ലളിതമായൊരു കാര്യം ഇതാണ്: ചിത്രങ്ങൾ മാറ്റാൻ നോക്കരുത്, ആ ചിത്രം കാണുന്ന ആളെ മാറ്റുക. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കൂ. ഇന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ പഴയ ആളായിട്ടല്ല എഴുന്നേൽക്കേണ്ടത്. നിങ്ങൾ ആവണമെന്ന് ആഗ്രഹിച്ച ആ വ്യക്തിയായി വേണം നിങ്ങൾ നടക്കാൻ. നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ ആ മാറ്റം ഉണ്ടാകണം. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടണം. നിങ്ങൾ എപ്പോഴാണോ ആ പുതിയ വ്യക്തിത്വം പൂർണ്ണമായും സ്വീകരിക്കുന്നത്, അന്ന് നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ താനെ മാറിമറിയും. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റാൻ ശ്രമിച്ച് സമയം കളയരുത്. പകരം ആ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്ന നിങ്ങളെ മാറ്റുക. അതുകൊണ്ട് ഇനി മുതൽ എനിക്കത് കിട്ടണമെന്ന് പറഞ്ഞ് പുറകെ നടക്കേണ്ട. പകരം അത് നേടിയ വ്യക്തി ഞാനാണ് എന്ന ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി നിങ്ങളുടെ ലോകത്തെ മാറ്റിവരയ്ക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഓർക്കുക, നിങ്ങൾ വിശ്വസിക്കുന്ന ആളായി നിങ്ങൾ മാറിക്കഴിഞ്ഞു. ഇനി അത് ലോകം കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്